നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. വാർത്തകൾ വിശദമായി. കൊടകരയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിനു സമീപം സർവീസ് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപമുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി, ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുതള്ളുന്നത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മൂലം ഈ പരിസരത്ത് നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുകയാണ്. കൂടാതെ ഇവിടെ എത്തുന്ന പക്ഷികൾ സമീപത്തെ കിണറുകളിൽ മാലിന്യങ്ങൾ കൊണ്ടുചെന്നിടുന്നതും നിത്യസംഭവമാണ്. അതുമാത്രമല്ല, ഭക്ഷ്യാവശിഷ്ടങ്ങൾ കഴിക്കാൻ എത്തുന്ന തെരുവുനായ്ക്കൾ കാൽനട യാത്രക്കാരെ ആക്രമിക്കാൻ വരുന്നതും പതിവാണെന്നും പറയുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കൊടകര എന്റെ കൊടകര എന്ന പേരിൽ ശുചീകരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും ഈ പരിസരം ഇപ്പോഴും മാലിന്യ കൂമ്പാരം ആയിരിക്കുന്ന അവസ്ഥയിലാണ്. കൊടകര പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് അധികാരികൾ കണ്ടഭാവം നടിക്കുന്നില്ലെന്നുള്ള ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളി പറഞ്ഞു. നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്താണെന്ന് അവകാശപ്പെടുന്നത്. നമുക്കറിയാം, കൊടകരയെ കുറേ നാളുകളായിട്ട് കൊടകര ടൗണിലും സമീപ പ്രദേശങ്ങളിലും വേസ്റ്റുകൾ ഡംപിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഈ വേസ്റ്റിൻ്റെ ഭൂരിഭാഗവും 90% പ്ലാസ്റ്റിക് വേസ്റ്റാണ്. ഇവിടെ കൊടകര ടൗണിൽ ചുറ്റും ഇത് തന്നെയാണ് അവസ്ഥ. ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്തിനോ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോ നേരമില്ല. വേസ്റ്റൊക്കെ കത്തിക്കുന്നതിന് വേണ്ടി ഒരു ബയോഗ്യാസ് സംവിധാനമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതും നേരെയാക്കാനൊന്നും ഈ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഈ മഴക്കാലം തുടങ്ങിയ ഈ അവസരത്തിൽ ഇഷ്ടംപോലെ സാംക്രമിക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഇങ്ങനെ ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് കിടക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വ്യോമസേനയുടെ വിമാനത്തിൽ രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിലെത്തിച്ച 23 മലയാളികളുടേതടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ പിന്നീട് അവരവരുടെ വീടുകളിൽ എത്തിച്ചു. 7 തമിഴ്നാട്ടുകാരുടെ മൃതദേഹങ്ങൾ തമിഴ്നാട് മന്ത്രി ഏറ്റുവാങ്ങി. ഒരു കർണാടകക്കാരന്റെ മൃതദേഹവും ഇവിടെ വെച്ച് കൈമാറി. 14 മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന മന്ത്രിമാരും തമിഴ്നാട് മന്ത്രി KS മസ്താനും ആദരമർപ്പിച്ചു. അതേസമയം കുവൈറ്റിലെ ദുരന്തത്തിൽപ്പെട്ട 25 മലയാളികൾ അവിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന് നോർക്ക CEO അജിത് കോളശ്ശേരി അറിയിച്ചു. ഇതിൽ 7 പേർ ഗുരുതരാവസ്ഥയിലാണ്. 2 പേരെ തിരിച്ചറിയാനുണ്ട്. ഇവരുടെ വിരലടയാളങ്ങളിൽ തിരിച്ചറിയാനായില്ല. DNA പരിശോധന പൂർത്തിയാകാൻ 2 ആഴ്ചയെടുക്കും. 5 മലയാളികൾ ഉൾപ്പെടെ 12 പേർ ആശുപത്രി വിട്ടു. എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനം നടത്തിയ ശേഷം മൃതദേഹം ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 152ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പാലക്കാട് അഹല്യ കണ്ണ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K. സഞ്ജീവ് മേനോൻ, P. രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. കുളങ്ങര ലയൺസ് ക്ലബ്ബും
അഹല്യ കണ്ണാശുപത്രി പാലക്കാടും സംയോജിതമായിട്ട് നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് 152ാമത്തെയാണ് ഈ വരുന്ന ഞായറാഴ്ച LP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം തടയാൻ വനം വകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മോതിരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാട്ടാനക്കൂട്ടം നാശനഷ്ടമുണ്ടാക്കിയ കൃഷിയിടവും MP സന്ദർശിച്ചു. കടം വാങ്ങിയും പലിശക്കെടുത്തും കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയും മലയോര മേഖല മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യവും അധ്വാനിക്കുന്ന മണ്ണിൽ ജീവിക്കാനാകാത്ത ദയനീയ അവസ്ഥയാണെന്നും യോഗം അധ്യക്ഷനായ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. വാച്ചർമാരെയും RRTയെയും ഉപയോഗിച്ച് പ്രദേശത്തെ കാട്ടാന ശല്യത്തെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പരിയാരം പഞ്ചായത്ത് അംഗം ഡെന്നി ആന്റണി, DCC മെമ്പർ ഡേവിസ് കരിപ്പായി, PP പോളി, CV ആന്റണി, ജോസ് പടിഞ്ഞാക്കര, ലിൻസൺ നടവരമ്പൻ, റാഫി കല്ലുപാലത്തിൽ, സോനു ജോൺസൺ, അന്തോണീസ് തോട്ടിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നടപടികൾ ഇപ്പോൾ സാങ്കേതികമായി പരിശോധിക്കാം, ആനുകൂല്യം ഞങ്ങൾ എന്ത് ചെയ്യാമെന്നൊക്കെ സാങ്കേതികമായി ചോദിക്കാം. ആ സാങ്കേതികമായ ഉത്തരമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം വേണം, താൽക്കാലികമായ പരിഹാരം. ഇളയെണ്ണാനും അടക്കമുള്ള വന്യമൃഗങ്ങൾ അതിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കാർഷിക മേഖല മുഴുവൻ തകർത്ത് കർഷകന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചുവീണ് വയോധികന് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേയിലേക്ക് തിരിയുന്നിടത്ത് വെച്ച് ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത്. ഇരിങ്ങാലക്കുട സ്വദേശി പോളി കുറ്റിക്കാടനാണ് ഓസന്ന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ പിറകിലെ വാതിൽ വഴി തെറിച്ചു വീണത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതായിരുന്നു ഇദ്ദേഹം. ബസിന്റെ പുറകിലെ വാതിൽ അടച്ചിരുന്നില്ല. അപകടം പറ്റിയ ഉടനെ ബസ് ജീവനക്കാർ തന്നെ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ പരിക്ക് ഗുരുതരമല്ല. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് നൽകിയ ഹരിതകർമ്മ സേനയ്ക്കുള്ള ഇലക്ട്രിക് വാഹനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയ്ക്ക് പാഴ്വസ്തു ശേഖരണത്തിന് 2 വാഹനങ്ങളായി. രണ്ടാമത്തെ വാഹനത്തിന്റെ ഡ്രൈവർ ഹരിതകർമ്മ സേനാംഗം തന്നെയാണ്. KC പ്രദീപ്, MK ശൈലജ ടീച്ചർ, NM പുഷ്പാകരൻ, G സബിത എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപകമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായി തൊട്ടിപ്പാളിൽ BKMU പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കപ്പകൃഷി ആരംഭിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MR രവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PT കിഷോർ, മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി PT വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. KB പ്രദീപ് കുമാർ, MK ബാലൻ, സുഭാഷിണി രവി, MU ജോർജ്, ഉണ്ണി തൊട്ടിപ്പാൾ എന്നിവർ പങ്കെടുത്തു. ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനകളിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തുമ്പൂർ മുഴിക്കും ചിക്ലായിക്കും ഇടയിലാണ് റോഡ് മുറിച്ച് കാട്ടാനകൾ ഇറങ്ങിയത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. 3-4 ആനകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ആനകൾ എണ്ണപ്പനത്തോട്ടത്തിലൂടെ വനത്തിലേക്ക് കയറി പോകുന്നതുവരെ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങുകയായിരുന്നു. ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടും വനപാലകർ എത്തിയില്ലെന്നും പറയുന്നു. അതിരപ്പിള്ളിയിൽ വനത്തിനുള്ളിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് പാമ്പ് കടിയേറ്റു. തവളക്കുഴിപ്പാറ ആദിവാസി കോളനിയിലെ പുഷ്പാകരനാണ് കാടിനകത്തുവച്ച് പച്ച അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 തവളക്കുഴി പാറ കോളനിക്ക് സമീപമുള്ള പാച്ചുപ്പാറയിൽ വെച്ചാണ് സംഭവം. കാടിനകത്തു നിന്നും മരോട്ടിക്കുരു ശേഖരിച്ചു വരുന്നതിനിടയിൽ ഈറ്റയിൽ തൂങ്ങിക്കിടന്നിരുന്ന പാമ്പ് പുഷ്പാകരന്റെ ഇടത്തെ നെറ്റിയിൽ കൊത്തുകയായിരുന്നു. തുടർന്ന് കൂടെ ഉണ്ടായിരുന്നയാൾ ഇയാളെ കോളനിയിൽ എത്തിക്കുകയും പരമ്പരാഗത പച്ചമരുന്ന് പുരട്ടി വിശ്രമിക്കുകയും ചെയ്തു. വൈകുന്നേരം 5 മണിയോടെ ഇയാളുടെ മുഖത്ത് നീരുവയ്ക്കുകയും അവശനിലയിലായതോടെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ 108 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
24 മണിക്കൂർ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. 2 വർഷം മുൻപ് പുഷ്പാകരന്റെ കാലിൽ പാമ്പുകടി ഏറ്റെങ്കിലും ഇവരുടെ പരമ്പരാഗത ചികിത്സ മാത്രമാണ് തേടിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. ഈ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.